സൂചിപ്പിച്ചതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടേക്ക് താമസം മാറി വന്ന ഒരാൾ അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് എന്നാണ് നവമി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികൾക്ക് ഇവരെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ അഭിലാഷ്, നിലമ്പൂർ സ്വദേശികളാണ്. 1.5 മാസമായതേ ഉള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട്. 3 കുട്ടികളിൽ മൂത്ത ആളാണ് ഫിദ. ഈ ഒരു പുഴയെക്കുറിച്ചുള്ള ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ പുഴയെക്കുറിച്ചുള്ള വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തതായിരിക്കും. ഇങ്ങനെ അവര് വന്നിട്ട് 2 മാസത്തിന്റെ അടുത്ത ഇവിടെ പണയത്തിന് താമസിക്കാൻ തുടങ്ങി വന്നിട്ട് ഇവിടെ വന്നു. അപ്പൊ ഈ സാധാരണ അമ്മയാണ് കൊണ്ടുവന്ന് കളയാറുള്ളത്. എല്ലാ ദിവസവും ഞാൻ മിക്ക ദിവസവും കാണുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുവന്നു. ഇന്ന് ആ കൊച്ചാവ് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ കാണാതെ ഇപ്പൊ ഉമ്മ പറയുമെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് പുഴയെ കുറിച്ച് വലിയ അല്ലാതെ അതിന്റെ ഒരു ആഴത്തെ കുറിച്ചൊന്നും അറിയാം. ആഴത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ പരിസരത്ത് വന്നിട്ട് അതെന്തോ നാളുകളായില്ലല്ലോ. അപ്പൊ അത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരും. ഇങ്ങോട്ട് വരവൊക്കെ ഒന്നും കുറവാണ്. അഭിലാഷ്, അത് തന്നെയാണ് ഈ കുട്ടിക്ക് ഈ പുഴയുടെ ഒരു ആഴത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ പരിചയമില്ലാത്തതായിരിക്കും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് വീണത് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടി ഇങ്ങനെ പോയി എന്ന് നവമി കേൾക്കാമെങ്കിൽ, അതായത് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് അവിടെ സാധാരണ നിലയിൽ ഇങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാറുണ്ട് എന്ന്. ഇത് ആരും ഒരു ദൃക്സാക്ഷി എന്ന് പറയാനില്ല അല്ലെ? അതായത് കുട്ടിയുടെ കുടുംബമാണോ ഇങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ കൊച്ചു തിരിച്ചു വന്നില്ല എന്ന് പറയുന്നത്? അതെ അഭിലാഷ്, കുട്ടിയുടെ അമ്മയും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരെല്ലാവരും ഇവിടേക്ക് ഓടിക്കൂടുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പരിശോധനയും തിരച്ചിലും ഒക്കെ നടത്തിയത്. കുട്ടിയുടെ അമ്മയാണ് ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത്. അമ്മ ആദ്യം പോയി ഒറ്റെടുത്ത് വാപ്പാനെ വിളിച്ചിരുന്നു. വാപ്പാക്ക് നീന്തൽ അറിയാൻ പാടുള്ളൂ. വാപ്പ കുറെ ഇറങ്ങിയപ്പോഴാണ് എന്റെ അമ്മ വന്ന് ചാടുന്നത്. അവനെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. വാപ്പ വെള്ളത്തിൽ കിടന്ന് നീന്തലുണ്ട്. അപ്പൊ അവൻ വന്ന് ചാടി. അവനും കുറെ ദൂരം വരെ പോയി. വെള്ളത്തിന്റെ വലിവുകൊണ്ട് അവനും നിൽക്കാൻ പറ്റില്ല, വാപ്പാക്ക് നിൽക്കാൻ പറ്റില്ല. വെള്ളം അതുപോലെയുള്ള വലിവായിരുന്നു. അപ്പൊ ഇവിടെ എങ്ങും തപ്പിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ പാലക്കാലുണ്ടല്ലോ, ഈ കുമ്പളം പാലത്തിന്റെ പടിഞ്ഞാറുന്ന 2ാമത്തെ കാലി, ആ സൈഡിലോട്ട് വെള്ളം തോട്ടിൽ നിന്നുള്ള വെള്ളം തള്ളു വരുന്നതും ഇതിന്റെ വലിവ് തന്നെ ആ ഭാഗത്തെ വരുള്ളൂ. അതല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ റെയിൽവേ പാലത്തിന്റെ മൂല ആ ഭാഗം എവിടെയെങ്കിലും തപ്പിയല്ല. അല്ലാതെ ഈ ഇത്രയും ഭാഗം ഇട്ട് അവിടത്ത് കിടന്ന് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളം വലിവ് നിൽക്കില്ല. ഫയർഫോഴ്സായിരിക്കും, അവർക്ക് പോലും നിൽക്കാൻ പറ്റണില്ല അവിടെ, അത്രയും വലിവാണ്. അപ്പം ഈ 2 ഭാഗം കേന്ദ്രീകരിച്ച് എന്തെങ്കിലും തരത്തിൽ നടത്തിയെങ്കിൽ കിട്ടും ഇപ്പം. അല്ലെങ്കിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കടലിലോട്ടാണ് പോണത് വെള്ളം. പുഴയുടെ ഒഴുക്ക് ആ ഒരു രീതിയിലാണ്. ഈ റെയിൽവേ പാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ കടലിൻ്റെ ആ ഭാഗത്തോട്ട് അഴിമുഖത്തോട്ട് പോകണം വെള്ളം. അവരെ തിരിഞ്ഞു പോകും. നിങ്ങൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായി താമസിക്കുന്നു? ഞാൻ ഇവിടെ സ്ഥിര താമസക്കാരനാണ്. എന്റെ വീട് ആ വീടിന്റെ തൊട്ട് കിഴക്കേ വീടാണ്. അഭിലാഷ്, ഇവർ സ്ഥിര താമസക്കാരാണ്. ഈ പുഴയെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന. എല്ലാ ദിവസവും ഇവിടെ വരുന്ന ആളാണ്. എനിക്കൊരു പോത്തുണ്ട്. പോത്തിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ തെങ്ങ കെട്ടിയിട്ടാണ്. എനിക്കറിയാം ഇവിടുത്തെ വഞ്ചി കൊണ്ടുവന്ന് കയറ്റാൻ വന്നാൽ ആരെങ്കിലും വന്നാലും കയറ്റാൻ പറ്റില്ല. ഞാൻ ആ സഹായിച്ചൊക്കെ കൊടുക്കണം. അതുപോലെ അവിടം വരെ കുറുക്ക ചെളിയാണ്. എനിക്ക് ഈ ചെളി അടഞ്ഞ് ഈ നേരത്തെ ബോട്ടുണ്ടായിരുന്നപ്പോ ഒരു ചെളിയില്ല. ഞങ്ങൾ ഇവിടെ കുളിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇപ്പൊ ബോട്ടോട്ടം നിർന്നതോടി ചെളി ഇറങ്ങാറ് വല പോലും ഇറങ്ങാനായിട്ട് നിൽക്കില്ല അവര്. അത്രയും ചെളിയാണ്. ഇത്രയും നാന്നു പോകും. അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ തന്നെ പറയുന്നത് ഈ ചെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം അത്രയേറെ, ഏകദേശം പകുതി ഭാഗത്തോളം മുങ്ങിപ്പോകുന്ന അത്ര വലിയ ചെളിയാണ്. ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഒപ്പം നല്ല ഒഴുക്കുള്ള നല്ല ഒഴുക്കുള്ള ഒരു പ്രദേശമാണ്. നല്ല ഒഴുക്കുള്ള അത് തന്നെയാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിനെ അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് അല്പം ഒരു പ്രതിസന്ധിയും ഉണ്ട്. കാരണം അധികം ആഴത്തിലേക്ക് ഇവർക്ക് തിരച്ചിലിനായി പോകാനും കഴിയുന്നില്ല. അത്രയ്ക്ക് ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. എന്തായാലും എത്രയും വേഗം ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവിടേക്ക് അധികം ആരും ഇറങ്ങാറില്ല, ആളുകൾ ഇറങ്ങാറില്ല. കാരണം അത്രയേറെ ചെളിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒഴുക്ക് അത്രയേറെ ഉണ്ടെന്ന് ഈ
നാട്ടുകാർക്കൊക്കെ അറിയാം, ഇവർ പുതിയ താമസക്കാരാണ്. ഈ പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പറ്റിയോ വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു അബദ്ധത്തിൽ ഇതിലേക്ക് ഇറങ്ങുകയും ഈ ചെളിയിലേക്ക് അബദ്ധവശാൽ വീഴുകയും പിന്നീട് ഒഴുകി പോകാനാണ് സാധ്യത എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. മാതാവാണ്, ഈ കുട്ടിയുടെ വീടും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. മാതാവ് അച്ഛനെയും പിന്നീട് നാട്ടുകാരെയും വിളിച്ചുകൂട്ടി നമ്മൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച വ്യക്തിയും ഇവിടേക്ക് ആദ്യഘട്ടമെന്നോണം ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ നല്ല ആഴമുള്ളതിനാൽ അദ്ദേഹത്തിനും ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ഡൈവേഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരെത്തി ഇപ്പോൾ പരിശോധന തിരച്ചിൽ തുടരുകയാണ്. കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ചെറിയ ഒരു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പെൺകുട്ടിയെ എത്രയും വേഗം കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ പോലീസും ഫയർഫോഴ്സും അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പുഴയുടെ ഒരു ഘടന അല്ലെങ്കിൽ ഇതിന്റെ ഒരു കുത്തൊഴുക്ക് അതാണ് ഇപ്പോഴുള്ള തിരച്ചിലിന് ഒരു പ്രതികൂലമായി നിൽക്കുന്നത്. ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ പറ്റിയോ അറിയാത്തത് തന്നെയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കുട്ടിയെ തള്ളിവിട്ടതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. അഭിലാഷ്, നവമി സൂചിപ്പിക്കുന്ന പോലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. നെട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ തരത്തിൽ, അതായത് കായലിന്റെ സ്വഭാവമാണ് ഇപ്പോഴവിടെ ഉള്ളത്. പക്ഷേ അടിയൊഴുക്ക് ശക്തമായാണ് ഈ ഏരിയയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പുറമേ ശാന്തം എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെയൊക്കെ അടിയൊഴുക്ക് ശക്തമായിട്ടുള്ള പ്രദേശം എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിച്ചത് എന്നത് ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സംശയമുണ്ടാകാം. കാരണം ഈ തീരപ്രദേശത്ത് അധികവും ചെളി അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അകത്തേക്ക് അത് ആ അകത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒഴുക്കിനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത്? ചെളിയിൽ പൂണ്ടുപോയതാണ് ആണോ, അല്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് പരിഭ്രമിച്ചതാണോ, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പോയതാണോ എന്നൊന്നും വ്യക്തതയില്ല. കുട്ടിയെ മിസ്സിംഗ് ആണ് എന്ന കാര്യം രക്ഷിതാക്കൾ ആണ് അറിയിച്ചത്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ആദ്യം തന്നെ ഈ രക്ഷിതാക്കളാണ് തെരച്ചിൽ നടത്തിയത് എന്നാണ് പറയുന്നത്. പ്രദേശവാസികളുടെ പ്രതികരണം തേടിയപ്പോൾ നവമിയോട് ചിലർ പറഞ്ഞത് അവർ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ട് കുട്ടിയെ കാണുന്നില്ല എന്നാണ്. മറ്റു ചിലരുടെ പ്രതികരണം അനുസരിച്ച് കുറച്ചുകൂടി താഴെ ഭാഗത്ത് പരിശോധിക്കണം എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല, അല്ലേ നവമി? റൈറ്റ്. എന്തായാലും നവമി നെട്ടൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്താ ആരംഭത്തിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോഴും ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ അടിയൊഴുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ്. പ്രദേശവാസികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ കുടുംബം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ അത്ര പരിചയമുള്ളവരല്ല. ഏതാണ്ട് 2 മാസമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട് എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ്, +2 വിദ്യാർത്ഥിയാണ്. ഫിദ എന്നാണ് കുട്ടിയുടെ പേര് എന്നതാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.